എമ്പാടുമുള്ളൊരു പ്രാക്ടീസാണ്. ഒന്നെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഷെയറിലായാലും ഗോൾഡിലായാലും മറ്റ് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൻ്റെ ഫുൾ എമൗണ്ട് അന്ന് തന്നെ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് അതായത് പ്രത്യേകിച്ച് ഒരാൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിനിമം എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്താൽ അത് 4 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ചിലപ്പോൾ 5 വർഷം കൊണ്ടായിരിക്കും അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് തീർക്കുന്നത്. ഈ 5 വർഷത്തിനുള്ളിൽ ഈ 5 വർഷം അല്ലെങ്കിൽ 3 വർഷം ഏതായാലും അതിനുള്ളിൽ വരുന്ന അപ്രീസിയേഷൻ എന്ന് പറയും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺഫിഡൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്ലാറ്റ് സ്ക്വയർ ഫീറ്റിന് ഞങ്ങൾ തുടങ്ങുന്നത് ചിലപ്പോൾ 4500 രൂപയ്ക്കായിരിക്കും ഇന്നത്തെ നിലയിൽ. പക്ഷേ ഇത് ഓരോ ഘട്ടത്തിലും അതായത് ഒരു 100 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 10 എണ്ണം വിറ്റ് കഴിയുമ്പോൾ അത് 4600 ആക്കും. ഇങ്ങനെ ഓരോ സ്റ്റേജ് വെച്ചിട്ട് കയറി പോയി കഴിയുമ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് വിൽക്കുന്ന വില 4500 ലാസ്റ്റ് വിൽക്കുന്ന വില 5500 രൂപയായിരിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് അതിൻ്റെ അപ്രീസിയേഷൻ എന്നുള്ളത്. 1000 രൂപ ഒരു സ്ക്വയർ ഫീറ്റുമിൽ ഡിഫറൻസ് വരും. അപ്പോൾ 25% അല്ലെങ്കിൽ 30% ഇമ്മീഡിയറ്റ്ലായിട്ട് നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ ലാൻഡിൻ്റെ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ, ലാൻഡിൻ്റെ വിലയിലുണ്ടാകുന്ന റിഫ്ലക്ഷൻ, അതേപോലെ തന്നെ മെറ്റീരിയൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ, ഇതെല്ലാം ഓൺ ടോപ്പ് ഓഫ് ദിസ് അതുകൂടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന് ആദ്യം ചെറിയൊരു എമൗണ്ട് വെച്ച് തുടങ്ങി ഗ്രാജുവലായിട്ട് ഓരോരോ സ്റ്റേജ് വൈസായിട്ട് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഒന്ന് അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുന്നു, സ്വന്തമായൊരു ഭവനം കിട്ടുന്നു. അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന നിലയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓരോ കാലം ചെല്ലും തോറും ഓരോ വർഷം ചെല്ലും തോറും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് മെറ്റീരിയൽ അതുപോലുള്ള എല്ലാത്തിൻ്റെ ഫാക്ടേഴ്സ് കൂടി വരുമ്പോൾ അതനുസരിച്ചുള്ള അപ്രീസിയേഷനും അതിൽ കിട്ടും. ഇതുപോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ജോലി ചെയ്ത് സ്വന്തം ഭവനമുള്ള ഒരാൾ വേറൊരു ഭവനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവർക്കൊരു സ്ഥിര വരുമാനം കിട്ടുന്നൊരു കാര്യമാണ്. റെൻ്റൽ ഇൻകം നല്ല രീതിയിൽ കിട്ടിത്തുടങ്ങും. അതൊരു റെഗുലറായിട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അനുഗ്രഹപ്രദമായിരിക്കും. അപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് കാലത്തും അവർക്കത് ഉപയോഗിക്കാം. അതിൻ്റെ അകത്തൊരു കാര്യം നിങ്ങളുടെ പ്രോപ്പർട്ടി ഡേ ടു ഡേ അത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽസ് എടുത്തോ, അതിനെന്താ സംഭവിക്കുന്നത്? ഒരു 5 സ്റ്റാർ ഹോട്ടലും പണിത് അതിൽ ലാഭം ഉണ്ടാക്കി പോവുക എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയ്ക്ക് അതിൻ്റെ റിട്ടേൺ അതിൻ്റെ അന്ന് കിട്ടില്ല ഒരിക്കലും. അതിൽ കൂടി ലാഭം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അതിൽ ആ ഇൻവെസ്റ്റർ അതിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ റിട്ടേൺ, അതായത് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിട്ടേൺ ഒരു 10 വർഷം കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന അപ്രീസിയേഷനാണ്. അവിടെയാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രീസൊക്കെ നിലനിന്ന് പോകുന്നത്. മനസ്സിലായി? അതേപോലെ തന്നെയാണ് ഈ ഹൗസിംഗ് സെക്ടറിലും നമ്മൾ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കും. കാലക്രമേണ ഒരു 2 വർഷം കഴിയുമ്പോൾ വേറൊരു ഫോർ എക്സാമ്പിൾ ഒരു മെട്രോ വന്നു, അല്ലെങ്കിൽ വേറൊരു ഹൈവേ വന്നു. ഇതിപ്പോഴുള്ള കാര്യങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ അടുത്തുകൂടി പോയി, അല്ലെങ്കിൽ നല്ലൊരു മാൾ അടുത്ത് വന്നു, അല്ലെങ്കിൽ വേറെ ടെക് പാർക്സ് വന്നു. ഇങ്ങനെയുള്ള വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും ഒരിക്കലും ഡ്രോപ്പായി പോകത്തില്ല. അത് എന്നും ആ ഗ്രാഫ് കയറി തന്നെ പോയിക്കൊണ്ടിരിക്കും.